ദൃശ്യം 3 നമ്മളെല്ലാവരും പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഒരു സിനിമ. ദൃശ്യം ഫ്രാഞ്ചൈസി നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ്. ആദ്യ ഭാഗം വന്നപ്പോൾ ആദ്യ ഭാഗം നമുക്ക് വളരെയധികം എക്സൈറ്റ്മെന്റ് തന്നു. രണ്ടാം ഭാഗം OTT ആയിട്ടാണ് റിലീസായത്. എങ്കിൽ പോലും ആ ഭാഗവും നമുക്ക് OTT ആയതുകൊണ്ട് തന്നെ ചെറിയ സ്ക്രീനിൽ കണ്ടതു തന്നെ നമുക്കൊരു ഇഷ്ടം ഒക്കെ തോന്നിയിരുന്നു. അതിലെ ട്വിസ്റ്റ് ഒക്കെ നമുക്ക് വലിയ രീതിയിൽ ഇഷ്ടമായി. അങ്ങനെ മൂന്നാം ഭാഗത്തേക്ക് വരുന്നു. മൂന്നാം ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രതീക്ഷകൾ വളരെയധികം കൂടുതലാണ്. പക്ഷേ വ്യക്തിപരമായിട്ട് ദൃശ്യം 3 മൂന്നാം ഭാഗം ആദ്യ ഭാഗങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് യാതൊരു രീതിയിലും ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാത്തതല്ല, ഓക്കെ, പടം എനിക്ക് തിയേറ്ററിൽ ഇഷ്ടപ്പെട്ടു. പക്ഷെ പല ഭാഗത്തും എന്തൊക്കെയോ മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നി. സെയിം ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും കഥ ആദ്യ ഭാഗത്തിലുള്ള അതേ കഥ രണ്ടാം ഭാഗത്ത് വരുന്നു, രണ്ടാം ഭാഗത്ത് വരുന്നു, മൂന്നാം ഭാഗത്ത് പലപ്പോഴും പ്രഡിക്റ്റബിൾ ആയിട്ട് തോന്നുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ ഒരു ഇൻസിഡന്റ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് തന്നെയാണ് ഈ ഭാഗത്തിലും മെയിൻ ആയിട്ട് ഉള്ളത്. അപ്പോൾ കഥയിലേക്ക് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലർ ആയി പോകും. കഥാപാത്രങ്ങളിലേക്ക് വരാം. ലാലേട്ടനും അൻസിബയും എസ്റ്ററും മീനയും എല്ലാം അതാത് കഥാപാത്രങ്ങളായിട്ട് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. എസ്റ്ററിനെ അൻസിബയൊക്കെ ഇപ്പൊ ദൃശ്യം സീരീസിൽ മാത്രമേ കാണാറുള്ളൂ. പിന്നെ വരുൺ പ്രഭാകർ ആയിട്ട് വരുന്ന റോഷൻ ബഷീർ, പുള്ളിക്ക് സിനിമയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കാര്യം പുള്ളി ഇതിന്റെ അകത്ത് ഫോട്ടോ ആയിട്ട് വീണ്ടും ഇരിപ്പുണ്ട്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് പുള്ളിയുടെ ഇന്റർവ്യൂ ഒക്കെ വരുമായിരിക്കും, മേ ബി. പിന്നെ അതുപോലെ തന്നെ പഴയ ഭാഗത്തുള്ള പല പല കഥാപാത്രങ്ങൾ ഉണ്ട്. പക്ഷെ ചില കഥാപാത്രങ്ങളെല്ലാം മിസ്സായിപ്പോയി. ദൃശ്യത്തിലും ജോർജ് കുട്ടിയുടെ നാട്ടുകാരായിരുന്ന പല കഥാപാത്രങ്ങളും ഇപ്പോൾ കാണില്ല. അതേ നാട്ടിൽ തന്നെയാണ് ജോർജ് കുട്ടി താമസിക്കുന്നത്. അപ്പോൾ അവരിൽ പലരെയും കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ചെറിയ ഒരു നെഗറ്റീവ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കഥയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വിസ്റ്റുകൾ, നല്ല 2-3 ട്വിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്റർവെൽ ട്വിസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇന്റർവെൽ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമയിൽ പുതുതായിട്ട് കഥാപാത്രമായിട്ട് വരുന്ന വീണ നന്ദകുമാറിന്റെ കഥാപാത്രം, വീണയുടെ കൂടെ ഒരു കഥാപാത്രമുണ്ട്. അതിന് എന്തിനാണെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ സിനിമ മൊത്തത്തില് ഈ ആദ്യ ഭാഗത്തിന്റെ ലെവലിലേക്ക് വരുന്നതിൽ എവിടെയൊക്കെ എന്തൊക്കെയോ മിസ്സിംഗ് ആയിട്ട് തോന്നുന്നു. ഒരു എക്സൈറ്റ്മെന്റ് തോന്നുന്ന സംഭവങ്ങളൊന്നുമില്ല. ആകെ ഒരു ഇന്റർവൽ ട്വിസ്റ്റും അവസാനത്തെ ട്വിസ്റ്റ് ഓക്കെ, നമ്മൾ ചിലർക്കൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്റെ കൂടെയുള്ള ഗോകുൽ ജോഷിന് ആ അവസാനത്തെ ട്വിസ്റ്റ് ഒക്കെ ആദ്യമേ അവൻ പ്രഡിക്റ്റ് ചെയ്തു. ആദ്യ ദിവസമാണെന്ന് ആരും പറഞ്ഞൊന്നുമില്ല. പക്ഷെ പ്രഡിക്റ്റ് ചെയ്തപ്പോൾ അതെല്ലാം ഏതാണ്ടൊക്കെ കറക്റ്റായി വന്നു എന്നുള്ളത് ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഒരു ബുദ്ധിരാക്ഷസനായ തിരക്കഥാകൃത്തിന് പറ്റിയ ഒരു ഭാഗപ്പിഴ തന്നെയാണ്. കാര്യം ഇനി അതിന്റെ ഒരു 4ാം ഭാഗം ഒന്നും എടുക്കേണ്ട കാര്യമില്ല. കാര്യം ആൾക്കാരെങ്കിലും അത് തള്ളിക്കളയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അമ്മാത് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കഥ വരണം. ഇതിലെ ക്ലൈമാക്സ് ഒരു വൗ ഫാക്ടർ വരാൻ പറ്റിയില്ല. എനിക്കൊരു വൗ ഫാക്ടർ കൊണ്ടുവരാൻ പറ്റില്ല. ട്വിസ്റ്റ് ഓക്കെ, പക്ഷെ അതൊരു എക്സൈറ്റിംഗ് ആവണം. എക്സൈറ്റിംഗ് ആയാലേ നമുക്കതൊരു എക്സൈറ്റ്മെന്റ് തന്നാൽ മാത്രമേ നമുക്കൊരു പുതുമ തോന്നുള്ളൂ. ദൃശ്യം ഫസ്റ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് നമുക്ക് കിട്ടി. ആ ഒരു ഇതിൽ 2 ആയാലും ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ 3ലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു വൗ ഫാക്ടർ കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടു പോയി. എന്തായാലും CBI 5 പോലെ, CBI 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീരീസിലെ ഏറ്റവും മോശം പടമാണ്. എങ്കിൽ പോലും പടം ഹിറ്റാവും, ആൾക്കാരെല്ലാം ഇത് കാണും. ആ ഒരു ഫ്രാഞ്ചൈസിയോടുള്ള ഇഷ്ടത്തോടു കൂടിയാണ് ഇത് കാണുന്നത്. ഇനി 4ാം ഭാഗം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കാണും. 4ാം ഭാഗത്തോടുള്ള സ്കോപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇപ്പോൾ അവസാനിപ്പിക്കുന്നത്. ദൃശ്യം ഫസ്റ്റ് അവസാനിച്ചപ്പോഴത്തേക്ക് അതിനൊരു 2ാം ഭാഗം ഉണ്ടാവുമെന്നൊന്നും നമുക്ക് തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇനി ഇത് തുടർ ഭാഗങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തേക്കുന്ന ഒരു രീതിയിലേക്കാണ് കഥ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ അമച്ചറായിട്ടുള്ള ഇതിന്റെ മേക്കിംഗ്, ജിത്തു ജോസഫ് മേക്കിങ്ങിൽ കുറച്ചുകൂടെ ഏതെങ്കിലും ക്ലാസ്സിനൊക്കെ പോയിട്ട് കുറച്ചുകൂടെ മേക്കിംഗ് പഠിക്കേണ്ടുന്നത് അത്യാവശ്യമായിട്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നല്ലൊരു കഥ ഉണ്ടെന്ന് കരുതി അതിന്റെ മേക്കിംഗ് കൂടെ കൊണ്ടാണെങ്കിലേ ഇപ്പോഴത്തെ കാലത്ത് സിനിമയ്ക്ക് ഒരു വൗ ഫാക്ടർ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ചില മോശം തിരക്കഥകൾ മേക്കിംഗ് കൊണ്ട് മികച്ചതാക്കാറുണ്ട് പല സംവിധായകരും. പക്ഷെ ജിത്തു ജോസഫ് ആ ഒരു കേസിൽ വലിയ ഒരു പരാജയമാണ്. എങ്കിൽ പോലും നിങ്ങൾ എല്ലാവരും നമ്മുടെ ജോർജ് കുട്ടിയും കുടുംബത്തിനും എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ആകാംക്ഷ ഉള്ളത് കൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി ഒരു തവണ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് സിനിമ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.